ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ പ്ലം കേക്കിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒട്ടും ഫ്ലോപ്പ് ആവാതെ തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത് കേടുവരാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ സോക്ക് ചെയ്ത് വെക്കുന്നത്. അത് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാലം കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിന് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും നല്ലപോലെ സോക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുന്തിരിയുടെ ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്ത് വെക്കുന്നത്. വെള്ളം കൂട്ടാത്ത മുന്തിരിയുടെ ജ്യൂസിലാണ് നമ്മൾ ഈ ഒരു നട്ട്സും ഫ്രൂട്ട്സും നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു വീഡിയോ നമ്മൾ മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിലും കാണിക്കുക എന്ന് വെച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആ ഒരു വീഡിയോയും കൂടി പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര ഉരുക്കിയതിലേക്ക് നമ്മുടെ ആ ഒരു തേൻ പരുവത്തിലാവുമ്പോൾ നമ്മുടെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഫ്രൂട്ട്സും അത് ഒരു തേൻ പരുവത്തിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഇത് സോക്ക് ആവാനായിട്ട് നല്ല പോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊരു 10-15 മിനിറ്റോളം ഇതിൽ കിടന്നിട്ട് ഇത് നല്ല പോലെ സോക്കായി വരണം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത് മാറ്റുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. കാരണം ഒരുപാട് കട്ടയായി പോയാൽ പിന്നെ ഇത് തണുക്കുമ്പോൾ വളരെയധികം കല്ല് പോലെ ആയി പോകും. ഇനിയിപ്പോൾ കല്ല് പോലെ ആയാലും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ജ്യൂസ് ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുത്താൽ നമുക്ക് വീണ്ടും അത് സാധാരണ ആ ഒരു ലെവലിൽ വരും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പ്ലം കേക്കിലേക്ക് കാരമലൈസ് ചെയ്ത ഷുഗറാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കാരമലൈസിൻ്റെ ആ ഒരു കളറാണ് നമ്മുടെ കേക്കിനും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാരമലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിതിങ്ങനെ കറക്റ്റായിട്ട് മെൽട്ടായി വന്നുകൊണ്ടിരിക്കും. അത്യാവശ്യം മെൽട്ടാവുമ്പോൾ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇത് ഇളക്കി നല്ലപോലെ ഒന്ന് മെൽട്ടാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മെൽട്ടാവുന്ന സമയത്ത് കൂടുതലായിട്ട് മെൽട്ടായി പോകരുത്. മെൽട്ടായി പോകുന്നത് കൂടുതലായിട്ട് ഇതിൻ്റെ കളറിൽ ചേഞ്ച് വരരുത്. അപ്പോൾ നമ്മുടെ കേക്കിന് ഒരു കയ്പ്പ് രസം വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ഈ ഒരു പഞ്ചസാര നല്ല പോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയ
വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 1/2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നമ്മൾ ഇങ്ങനെ മെൽട്ടായി നല്ല പോലെ കാരമലൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ പതുക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. കാരണം നമ്മൾ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ നല്ല പോലെ പൊട്ടി മേലൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇങ്ങനെയാവും നമ്മളുടെ ഈ ഒരു കാരമലൈസ് ചെയ്ത ആ ഒരു ഷുഗർ ഈ ഒരു പരുവത്തിലാവും. ഇനി ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നേരത്തെ നമുക്ക് അത് കാരമലൈസായ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ അത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴേക്കും ഇത് നല്ല പോലെ മെൽട്ടായി വരും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിക്കും അത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഷുഗർ ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം ഇതേ കണ്ടോ, നമ്മുടെ ആ ഒരു കട്ടയൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ, ആ ഒരു കളറും നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ കളറാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ കളറെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കട്ടയായി പോവും. ഇങ്ങനെ ആവുമ്പോൾ ഓഫ് ചെയ്താലാണ് നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാനാവുമ്പോഴേക്കും അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ടാവും. നമ്മൾ കേക്കിലേക്ക് ആവുമ്പോഴേക്കും ഇത് നല്ല പോലെ തണുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് സീവ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദ, 250 ml 1 കപ്പ് മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട, വലിയ ജീരകം ഇവയെല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ 1 ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് തന്നെ, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് തന്നെയാണ് ഇതും ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നല്ല പോലെ സീവ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 1, 2 അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ സീവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ആവശ്യം. ഞാനിവിടെ 3 മുട്ടയാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഏതൊക്കെ ഫ്ലേവറാണോ യൂസ് ചെയ്യുന്നത് ആ ഫ്ലേവറൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഓറഞ്ചിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ വാനിലയുടെയും എസൻസ് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര വേണം നമ്മുടെ ഈ ഒരു കേക്കിലേക്കായിട്ട്. ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് നമ്മുടെ മുട്ട നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ലോ ലെവലിൽ ഇട്ടിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നല്ല പോലെ ഫ്ലഫി ആവുന്നത് വരെ തന്നെ എല്ലാവരും ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാത്ത ഒരു നല്ല ഒരു കേക്ക് നിങ്ങൾക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കാരമലൈസ് ഡേ കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ച ആ കൺസിസ്റ്റൻസിയൊക്കെ വിട്ട് നല്ല പോലെ തണുത്തിട്ടുണ്ട്. അതും നമ്മൾ നമ്മുടെ ഈ ഒരു മുട്ട അടിക്കുന്നത് ഫ്ലഫി ആയ ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ കാരമലൈസ് ചെയ്ത ആ ഒരു ഷുഗർ അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ, നമ്മുടെ ബാറ്ററിൻ്റെ കളർ തന്നെ ചേഞ്ചായി നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ ഒഴിച്ചു കൊടുത്തപ്പോൾ. എന്നിട്ട് നമ്മൾ നല്ല പോലെ ബീറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം.
ഇപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒത്തിരി കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് പതുക്കെ ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ തന്നെ, സാധാരണ നമ്മൾ കേക്കിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുത്താൽ മതി. കട്ടകളില്ലാതെ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു ബാറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മൾ മറ്റ് ബാറ്റർ തയ്യാറാക്കുന്ന പോലെയൊന്നുമല്ല, കുറച്ചൊരു തിക്കായിരിക്കും. അങ്ങനെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ 1 by 1 ആയിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുഴുവനായിട്ടും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുന്തിരിയുടെ ആ ഒരു ഇതിലായതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. മുന്തിരിയുടെ ജ്യൂസ് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സോക്ക് ചെയ്ത് വെക്കുമ്പോൾ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മളിത് അല്പം തിക്കായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും നമ്മുടെ സ്പാച്ചുല വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബീറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് അതൊന്ന് ഒന്ന് ബീറ്റ് ചെയ്ത് എല്ലായിടത്തും ആകുന്ന പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരുപോലെ തന്നെ എത്തും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും. ഇനി നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഇത് മാറ്റാം. ഞാൻ 1 kg ഒരു കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മൊത്തമായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല പോലെ ഷെയ്ക്ക് ചെയ്ത് നല്ല പോലെ ടാപ്പ് ചെയ്യണം. ഇപ്പം നമ്മൾ നല്ല പോലെ ടാപ്പ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബദാമും അതുപോലെ തന്നെ കാഷ്യൂ നട്ടും നമ്മുടെ മുന്തിരി, പിസ്ത, ടൂട്ടി ഫ്രൂട്ടി ഇവയെല്ലാം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൗവിൽ നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മുടെ ബാറ്റർ ഒഴിച്ച ടിന്ന് അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ടിന്നിലോട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 1 ഹവറിന് ശേഷം മാത്രമേ ബേക്ക് ആയിട്ടുണ്ടാവുള്ളൂ. കാരണം ഇത് നല്ല തിക്കായതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ഉള്ളിൽ ഇൻഗ്രീഡിയൻസ് കൂടുതലായതുകൊണ്ടും നമുക്ക് 1 ഹവറിന് ശേഷമാണ് ഇത് ബേക്കായി കിട്ടിയത്. ഇത് ഇപ്പോൾ കണ്ടോ, നമ്മുടെ 1 ഹവറിന് ശേഷം ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിലൊന്നുമല്ല ചെയ്തെടുക്കുന്നത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ പെർഫെക്റ്റായിട്ടും നല്ല പോലെ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്ലോപ്പ് ആവത്തേ ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമ്മളെല്ലായിടത്തും ഒന്ന് കുത്തി നോക്കണം. കാരണം ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റു കേക്കുകൾ ചെയ്യുന്ന പോലെയല്ല. കറക്റ്റായിട്ട് 1 മണിക്കൂർ എന്തായാലും നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്ക് ടിന്നിൽ നിന്നും മാറ്റണം. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ നിന്നും ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല ഒരു പ്ലം കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മുറിച്ച് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം നമ്മുടെ കേക്ക് കറക്റ്റായി വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ നമ്മുടെ കേക്ക് എങ്ങനെയാണ്, നമുക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. ദേ കണ്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.